നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ഹൈക്കോടതിക്ക് പരസ്യ മുന്നറിയിപ്പുമായി സർക്കാർ അഭിഭാഷകർ. AG ഓഫീസിനെതിരായ വിമർശനങ്ങളെ ചെറുക്കുമെന്ന് DGP ആസഫ് അലി. കോടതി അധികാര പരിധി ലംഘിച്ച് കടന്നു കയറുന്നു. ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ബാധ്യതയാണ്, കടമയാണ്, കർമ്മമാണ്. സർക്കാർ അഭിഭാഷകർക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി. വിമർശനങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്തണം. കോടതിയുമായി യുദ്ധത്തിനില്ല. രമേശിനെതിരായ സഹമന്ത്രിമാരുടെ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു. ചീഫ് എഞ്ചിനീയർമാരുടെ സസ്പെൻഷനിൽ ആഭ്യന്തര സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. തെറ്റുപറ്റിയില്ലെന്ന ഉറച്ച നിലപാടിൽ ആഭ്യന്തര വകുപ്പ്. രാജി വേണ്ടി വന്നാലും തിരുത്തില്ല. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കടുത്ത നിലപാടുമായി VS അച്യുതാനന്ദൻ. വാളകം കേസിൽ പിള്ള അധ്യാപകനെ വേട്ടയാടുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത്. അധ്യാപക ദമ്പതികളുടെ ജോലിയും ജീവനും രക്ഷിക്കാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നാവശ്യം. പ്രതികരിക്കാതെ പിള്ള. നിലവിളക്ക് കൊളുത്തില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് PK അബ്ദുറബ്ബ്. പാർട്ടിയിലെ മുൻഗാമികളുടെ നിലപാട് തുടരും. വിളക്ക് കൊളുത്തൽ വിവാദം മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി ചർച്ച ചെയ്യും. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോ സ്വർണം പിടിച്ചു. സ്വർണം കടത്താൻ ശ്രമിച്ചത് ക്യാമറ സ്റ്റാൻഡുകൾക്കുള്ളിൽ ഒളിപ്പിച്ച്. കോഴിക്കോട് കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിൽ. അഡ്വക്കേറ്റ് ജനറലിനെതിരായ വിമർശനത്തിൽ സർക്കാർ അഭിഭാഷകർക്കൊപ്പമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. AG ഓഫീസിലെ അഭിഭാഷകരെ നിയമിച്ചത് സർക്കാരാണ്. താനും നിയമമന്ത്രിയും അബ്കാരികളാണെങ്കിൽ മാത്രമേ ഗവൺമെന്റ് പ്ലീഡർമാരും അബ്കാരികളാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരായ ഏത് ആക്രമണത്തെയും ചെറുക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലി പറഞ്ഞു. ഹൈക്കോടതി ഇടപെടൽ ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ കടന്നുകയറ്റമാണെന്നും ആസഫ് അലി കുറ്റപ്പെടുത്തി. ജുഡീഷ്യറിയും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജുഡീഷ്യറിയുമായി ഒരു വിധത്തിലും ഗവൺമെന്റിന് ഒരു ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമില്ല. അതിനാര് ശ്രമിച്ചാലും അത് നടക്കത്തില്ല. പിശക് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം. സർക്കാർ അഭിഭാഷകരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ചില വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തിരുത്തി മുമ്പോട്ട് പോകുന്ന സാഹചര്യം. സർക്കാർ അഭിഭാഷകരുടെ വിശ്വാസ്യതയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അബ്കാരി ലോബിയുടെ നോമിനികളും സർക്കാർ അഭിഭാഷകരായിട്ടുണ്ട് എന്ന കോടതിയുടെ വിമർശനം മുഖ്യമന്ത്രി തള്ളി. നിങ്ങളുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഇതൊക്കെ നിങ്ങളെ നിയമിച്ചത് ആരാണ് എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിയമിച്ചവര് ഞാനും നിയമമന്ത്രിയും അടക്കമുള്ള ഞങ്ങൾ അക്കാര്യക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളും അക്കാര്യയുടെ. ഭരണഘടനാ സ്ഥാപനമായ AGയുടെ ഓഫീസിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലി വ്യക്തമാക്കി. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ സർവശക്തി ഉപയോഗിച്ച് ചെറുത്തു നിൽക്കേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ബാധ്യതയാണ്. T ആസഫ് അലിയുടെ പ്രഖ്യാപനമാണ് യോഗത്തിന്റെ തീരുമാനമെന്ന് വിലയിരുത്തപ്പെടുന്നു. സർക്കാരിന്റെ തീരുമാനം DGPയിലൂടെ പരസ്യപ്പെടുത്തുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു. റിപ്പോർട്ടർ, കൊച്ചി. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരായ ഹൈക്കോടതി വിമർശനങ്ങൾ പ്രതിരോധിക്കുമെന്ന സന്ദേശമായിരുന്നു യോഗത്തിലുണ്ടായത്. തനിക്കും തന്റെ സ്വകാര്യ സ്ഥാപനത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളോട് AG യോഗത്തിൽ പ്രതികരിച്ചതേയില്ല. പകരം മുഖ്യമന്ത്രിയുടെയും നിയമമന്ത്രിയുടെയും പിന്തുണ AG ഉറപ്പാക്കുകയും ചെയ്തു. AG ഓഫീസിനെതിരായ കോടതി പരാമർശം AG ഓഫീസിനെതിരായ കടന്നുകയറ്റം എന്ന നിലയിലായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലി വിശദീകരിച്ചത്. KP ദണ്ഡപാണിയുടെ സ്വകാര്യ അഭിഭാഷക സ്ഥാപനമായ ദണ്ഡപാണി അസോസിയേറ്റ്സിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായതേയില്ല. ഇതടക്കം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെപ്പറ്റി AG യോഗത്തിൽ പ്രതികരിച്ചുമില്ല. AG യോഗത്തിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു. AG മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് പിന്നീട് KM മാണി വിശദീകരിച്ചു. AG കൂട്ടത്തിലുള്ള സ്ഥിതിക്ക് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടി AGയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ആവശ്യമില്ല. ചീഫ് മിനിസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ AGയുടെ ഓഫീസിനെ കുറിച്ചായിരുന്നു ചോദ്യം. അറ്റോർണി ജനറൽ സംസ്ഥാന സർക്കാരിനെതിരെ കേസ് നടത്തുന്നതിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി അസോസിയേറ്റ്സിലൂടെ സർക്കാരിനെതിരെ കേസ് നടത്തുന്നത് കാണുന്നില്ലേ എന്ന ചോദ്യത്തിന് അങ്ങനെ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. AG ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അഗൈൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഓഫീസ് വഴി കേസ് എടുക്കുന്നുണ്ടല്ലോ. AG എടുത്തിട്ടില്ല. ഈ ഇപ്പോൾ ചർച്ചാ വിഷയമായ കേസും അത് തന്നെയാണ്. മുൻ അഡ്വക്കേറ്റ് ജനറൽമാരുടെ കാലത്തും അവരുടെ ബന്ധുക്കൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ്
ദണ്ഡപാണി അസോസിയേഷനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് എ ജിയുടെ അടുപ്പക്കാർ നൽകുന്ന വിശദീകരണം. എ ജി ഓഫീസിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ എ ജിയെ പൂർണ്ണ വിശ്വാസമാണെന്ന് ആവർത്തിക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ചെയ്തത്. ഫലത്തിൽ സർക്കാരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസും കോടതിയുടെ വിമർശനങ്ങൾ ആ നിലയിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമായി ഇന്നത്തെ യോഗം മാറി. എസ് വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അജയ് തറയിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആന്റണി രാജു, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എ ജിയുടെ ഓഫീസ് ഭരണഘടനാ സ്ഥാപനമാണ്, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കും, ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണത് എന്നൊക്കെയാണ് ടി ആസഫ് അലി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്നാൽ കോടതി നടത്തിയ വിമർശനങ്ങൾ പരിശോധിക്കാതെ തെറ്റുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതേപ്പറ്റി ഒന്നും സംസാരിക്കാതെ, അത് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു യോഗം നടത്തി പിരിയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത്? ഇപ്രകാരം ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി മുഖ്യമന്ത്രി ബോൾഗാട്ടി വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം അത് അദ്ദേഹം നിയമസഭയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ പ്രതിപക്ഷത്തെ സർക്കാർ നേരിടുന്നത് പോലുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് കോടതിക്കെതിരെ ഇന്ന് നടത്തിയിരിക്കുന്നത്. കോടതി വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ദണ്ഡപാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പരാമർശങ്ങളിലില്ല. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള അസംതൃപ്തിയാണ് ജഡ്ജി പ്രകടിപ്പിച്ചത്. ആ ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ, കാര്യമുണ്ടോ, പരിഹരിക്കേണ്ടതായ വിഷയമുണ്ടോ എന്ന പരിശോധന നടത്താനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും നിയമമന്ത്രിക്കും സർക്കാരിനുമുണ്ട്. അത് നിർവഹിക്കാതെ ഇന്ന് ബോൾഗാട്ടി പാലസിൽ ആളെ കൂട്ടി സംഘബലത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ വെല്ലുവിളിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ ശ്രമം അത് വളരെ മോശമാണ്. ഭരണഘടനാപരമായ സ്ഥാപനത്തെ സംരക്ഷിക്കും, എന്ത് വില കൊടുത്ത് സംരക്ഷിക്കും എന്ന് പറയുന്നവർ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്ത പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അജയ് തറയിൽ, ദണ്ഡപാണി അസോസിയേറ്റ്സ് സർക്കാരിനെതിരെ കക്ഷി ചേരുന്ന ഏതാണ്ട് എല്ലാ കേസുകളും സർക്കാർ തോൽക്കുകയാണ് എന്നുള്ളതാണ് കോടതിയുടെ വിമർശനം. അതുകൊണ്ടാണ് കോടതി പറയുന്നത് സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്, ഈ നിലയിൽ മുന്നോട്ട് പോകാനാവില്ല, മാറ്റം അനിവാര്യമാണ് എന്ന്. ഏത് കേസാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങളായി ഇവിടെയുള്ള ഒരു സ്ഥാപനമാണ് ദണ്ഡപാണി അസോസിയേറ്റ്സ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മറ്റ് രണ്ടുപേരും ഒക്കെ കൂടിയുള്ള അസോസിയേറ്റ്സ്. ആ അസോസിയേറ്റ്സിന്റെ തലവനായിരുന്ന ദണ്ഡപാണി എ ജി ആയി മാറിയപ്പോൾ അദ്ദേഹം ദണ്ഡപാണി അസോസിയേഷൻ സ്ഥാപനം പിരിച്ചുവിടണമെന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ 130 ഗവൺമെന്റ് പ്ലീഡർമാർ വാദിക്കുന്ന ഒരു കേസിലും ദണ്ഡപാണി അസോസിയേറ്റ്സ് ഈ രാജ്യത്ത് ഹാജരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും പ്രയാസകരമായ കാര്യമാണ്. വളരെ സ്പെസിഫിക് ആയിട്ടാണ്. പക്ഷേ അജയ് തറയിൽ താങ്കളുടെ ഫ്രെയിം എനിക്ക് ആവശ്യമുണ്ട്. ഏത് കേസിലാണ് ദണ്ഡപാണി അസോസിയേറ്റ്സ് സർക്കാരിനെതിരെ കക്ഷി ചേർന്നപ്പോൾ സർക്കാർ തോൽക്കുകയും ദണ്ഡപാണി അസോസിയേറ്റ്സ് എതിർകക്ഷിയായി വരുന്ന അഴിമതിക്കാർ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കേസ് ജയിപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്? ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ എന്താണ്? റവന്യൂ, വനം വകുപ്പുകൾ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ദണ്ഡപാണി അസോസിയേറ്റ്സ് സർക്കാരിനെതിരെ കേസ് നടത്തുന്നതിൽ. അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. +2 കേസിൻ്റെ കാര്യം അറിയാമല്ലോ, പാമോലിൻ കേസിൻ്റെ അപ്പീൽ പോയപ്പോൾ സ്ഥിതി അറിയാമല്ലോ, VM സുധീരൻ പന്തൽ കെട്ടി മൈക്ക് കെട്ടി പറഞ്ഞതറിയാമല്ലോ, TN പ്രതാപൻ പറഞ്ഞതറിയാമല്ലോ, നെല്ലിയാമ്പതി വനംഭൂമി കേസുകളിലെ സ്ഥിതി അറിയാമല്ലോ, ബിയാട്രിസ് എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്താണ്, കഴിഞ്ഞ ദിവസം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള നിരവധി കേസുകളിൽ തോറ്റിട്ടുണ്ട്. അതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതും തോറ്റിട്ടുണ്ട്. അത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയാണ്. ആ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ദണ്ഡപാണി അസോസിയേറ്റ്സ് തോറ്റു കൊടുത്തിട്ടുണ്ടോ? അല്ല, ദണ്ഡപാണി അസോസിയേറ്റ്സ് ഗവൺമെൻറ്റിനെ തോൽപ്പിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. അല്ല, അങ്ങനെ തോൽപ്പിച്ച കേസുകളുമുണ്ട്. ഇപ്പോൾ കൃത്യം കണക്ക് ചോദിച്ചാൽ അജയ് തറയിൽ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇവിടെ എടുത്ത് ഹാജരാക്കാനില്ല. പക്ഷേ അടുത്ത കാലത്ത്, സമീപകാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. മാതൃഭൂമി ചാനലിൽ നിന്ന് ഒരു ദിവസം എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, കോഴിക്കോട്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഏതോ ഒരു സെയിൽ ടാക്സ് ഓഫീസർ, അങ്ങനെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് ആളുകളെ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, കമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളൂ നമുക്കറിയാം. അയാൾ വളരെ ബന്ധപ്പെട്ട് ഏതോ ഒരു സ്ഥാപനം റെയ്ഡ് ചെയ്ത് വലിയ തോതിൽ എന്തോ വലിയ തട്ടിപ്പ് കൃത്രിമം കണ്ടുപിടിച്ചു. പക്ഷേ അത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. എന്നിട്ട് ആ ലേഖൻ ചൂണ്ടിക്കാണിച്ചു, ഇത് ദണ്ഡപാണി അസോസിയേറ്റ്സ് ആണ് ഇവർക്ക് വേണ്ടി കേസ് കൊടുത്ത് വിധിയാക്കിയത്. അതാണ് അയാളെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ മാണിസാർ സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വാർത്ത ഞാനിപ്പോൾ പറഞ്ഞാലും മാതൃഭൂമി ചാനലിൽ വരികയില്ല. കാരണം ദണ്ഡപാണി അസോസിയേറ്റ്സിനോട് ഏറ്റവും അടുപ്പമുള്ള ആളാണ് മാതൃഭൂമി ചാനൽ. കാരണം PV ഗംഗാധരൻ്റെ അടുത്ത ബന്ധുവാണ് KP ദണ്ഡപാണി. ദണ്ഡപാണിയുടെ ഭാര്യ സുമതി ദണ്ഡപാണി ഷെറിൻ ഗംഗാധരൻ്റെ ചിറ്റമ്മയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാർത്ത മാതൃഭൂമി ചാനലിൽ വരില്ല. അപ്പോൾ ചേട്ടൻ ഈ
വാർത്ത നിങ്ങൾ ചവറ്റി കൊട്ടയിലിട്ടാൽ മതി, ഇതിപ്പോൾ പറഞ്ഞാലും എയറിൽ പോകില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലത്തെ മാതൃഭൂമിയും മനോരമയും വായിച്ചാൽ നമുക്കറിയാമല്ലോ, ഈ 2 പത്രങ്ങളും ദണ്ഡപാണിയുടെ വക്കാലത്ത് പിടിച്ച് ബാധിക്കുകയാണ്. അതിൻ്റെ കാരണമുണ്ട്, ദണ്ഡപാണി വളരെ കാലം മലയാള മനോരമയുടെ വക്കീലായിരുന്നു, മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ നടത്തുന്ന പത്രമാണ്. ഞാൻ പറയുന്നത് ദണ്ഡപാണിയെ ആക്ഷേപിക്കാൻ എനിക്ക് പരിപാടിയില്ല, അദ്ദേഹം ഒരു പ്രഗത്ഭനായ അഭിഭാഷകനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിലാണ് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം നിൽക്കുന്നത്. ഇപ്പോൾ അലക്സാണ്ടർ തോമസ് എന്ന് പറഞ്ഞ ജഡ്ജിക്ക് KP ദണ്ഡപാണി എന്ന് പറഞ്ഞ വക്കീലിനോട് അസൂയക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും വിരോധത്തിന് ഒരു കാരണവുമില്ല. ദണ്ഡപാണിയെയും CS രാജനെ ഒരുമിച്ചാണ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിമാരായിട്ട് നിയമിച്ചത് 1996 അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റും എന്ന ഒരു ധാരണയിലാണ് അദ്ദേഹത്തെ നിയമിച്ചത്. നിയമിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് മാറ്റി. അദ്ദേഹം സ്ഥലം മാറ്റ ഉത്തരവ്, രാഷ്ട്രപതി ഒപ്പിട്ട ഉത്തരവ് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ തുടർന്നും സിറ്റിംഗ് നടത്തി. തുടർന്ന് സിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഈ ഗുജറാത്തിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ആൾ ഇവിടെ തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശശിധരൻ എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു വക്കീൽ, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി പാർട്ടി ഇൻ പേഴ്സണായിട്ട് ഫയൽ ചെയ്ത് അദ്ദേഹം ആർഗ്യൂ ചെയ്തപ്പോൾ പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് തിരിച്ചുപോയി. സുപ്രീം കോടതി തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് ശ്രീ രാംകുമാർ, നമ്മുടെ സാക്ഷാൽ രാംകുമാറിനെ തന്നെ ഏൽപ്പിച്ചു. രാംകുമാറാണ് ആർഗ്യൂ ചെയ്തത്. അന്ന് അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീമാൻ ജസ്റ്റിസ് ഗഫൂറിൻ്റെ ബെഞ്ചിലാണ് വന്നത്. ആദ്യ ദിവസം ഞാൻ ഹാജരായ സർക്കാരിന് വേണ്ടി. അപ്പോൾ ജസ്റ്റിസ് ഗഫൂർ പറഞ്ഞു, എനിക്ക് അഡ്വക്കേറ്റ് ജനറലിൻ്റെ വാദം കേൾക്കണം. അഡ്വക്കേറ്റ് ജനറലിനെ അന്ന് ശ്രീ MK ദാമോദരനാണ് അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ജസ്റ്റിസ് ഗഫൂർ ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അയച്ചു. KS പരിപൂർണ്ണനും K നാരായണക്കുറുപ്പ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ബെഞ്ചിലേക്ക് അയച്ചു. അന്ന് അഡ്വക്കേറ്റ് ജനറലായിരുന്ന ദാമോദരനെ അസിസ്റ്റ് ചെയ്തായിരുന്നു അറിയുമ്പോൾ ഇപ്പോഴത്തെ വിവാദ പുരുഷനായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസാണ്. ഇതിന് വേണ്ട ഗ്രന്ഥങ്ങൾ, അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനാണ്. അലക്സാണ്ടർ തോമസ് ഭരണഘടനയും ബന്ധപ്പെട്ട കൃതികളും സുപ്രീം കോടതിയുടെ 2ാം ജഡ്ജസ് കേസിലെ ജഡ്ജ്മെൻ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. SP ഗുപ്ത കേസിലെ ജഡ്ജ്മെൻ്റൊക്കെ റെഫർ ചെയ്ത് ഞങ്ങളൊരു മുറിയിലായിരുന്നിരുന്നത്. ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് അഡ്വക്കേറ്റ് ജനറലെ അസിസ്റ്റ് ചെയ്തിരുന്നത് അലക്സാണ്ടർ തോമസാണ്. രാംകുമാറിൻ്റെയും MK ദാമോദരൻ്റെയും വാദം കേട്ടു. എന്നിട്ട് സുപ്രീം കോടതി നമ്മുടെ ഡിവിഷൻ ബെഞ്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഹർജി തള്ളി. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് എഴുതി വെച്ചു, ഗുജറാത്തിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ആൾ കേരള ഹൈക്കോടതിയിൽ തുടർന്ന് സിറ്റിംഗ് നടത്തുന്നത് ശരിയല്ല. 18 പാരഗ്രാഫുള്ള ജഡ്ജ്മെൻറ്റിൽ 17 പാരഗ്രാഫ് ദണ്ഡപാണിക്ക് അനുകൂലമാണ്. പക്ഷേ ഒറ്റ പാരഗ്രാഫ് പെനൾട്ടിമേറ്റ് പാരഗ്രാഫാണ്, ഏറ്റവും അവസാനത്തേൻ്റെ തൊട്ടുമ്പലത്ത്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ പറ്റാതെ ഇവിടെ തുടരാൻ പറ്റില്ല. അന്ന് മാതൃഭൂമി മലയാള മനോരമ ദണ്ഡപാണിക്ക് അനുകൂലമായിട്ട് ദണ്ഡപാണി ജയിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വാരാന്തി തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അത് പറയാമായിരുന്നു. കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ രാഷ്ട്രപതി റിമൂവ് ചെയ്തു. അദ്ദേഹം രാജിവെക്കല്ലേ ഇത്. സണ്ണി ജോസഫ് എല്ലാ ചർച്ചയിലും പറയും ദണ്ഡപാണി ഹൈക്കോടതി സ്ഥാനം രാജിവെച്ചല്ല, അദ്ദേഹത്തെ റിമൂവ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. ഒരു കൊല്ലത്തോളം അദ്ദേഹം കോടതിയിൽ വന്നില്ല, അത് പിന്നെ കോടതിയിൽ വന്നു. ഇതാണ് സത്യം. വെറുതെ നുണ പറയുന്നില്ല. ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിച്ചല്ല. അജയ് തറയിൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അജയ് തറയിലെ KP ദണ്ഡപാണി ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് താങ്കളുടെ മറുപടി? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന് ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ അതേ മറ്റൊരു ഭയമാണ്. ഞാൻ പറഞ്ഞ ചെലവഴിക്കാനില്ല. ഞാനും പറഞ്ഞു ദണ്ഡപാണിയെ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉയർന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതിനെ ശ്രമിക്കുന്നത് അലക്സാണ്ടർ തോമസ് ആണ് എന്ന് തന്നെ അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. ഗവൺമെൻറ്റിനെതിരെ AGക്കെതിരെ നിരന്തരമായി ഏകപക്ഷീയമായ വിമർശനമാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിനൊരു ആയുധമായിരിക്കും. ആളുകൾ നോക്കുമ്പോൾ തോന്നുക ഗവൺമെൻറ്റും ഹൈക്കോടതിയും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം. ഈ വിഷയം ജുഡീഷ്യറിയും സർക്കാരുമായുള്ള ഏറ്റുമുട്ടലായി ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി, അദ്ദേഹത്തിന്റെ സ്ഥാപനം, ഭാര്യ, മകൻ തുടങ്ങിയ ഉൾപ്പെട്ട സ്ഥാപനം, അതേക്കുറിച്ചൊക്കെ ചർച്ച നടത്തുമ്പോൾ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞത് അഡ്വക്കേറ്റ് ജനറൽ എന്ന ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിന്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് തൃപ്തികരമായില്ല, എങ്ങനെ തൃപ്തികരമാക്കണം, അത് പരിശോധന നടത്തി അതിന് ഉത്തരം നൽകുന്ന ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി അതിനു പകരം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രി KC ജോസഫും ചേർന്ന് ഇത് ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥയാണ്. ഇവിടെ ഈ ചർച്ചകളിൽ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളും അസത്യമാണ്. എന്റെ സുഹൃത്ത് ശ്രീ അജയ് തറയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. KP ദണ്ഡപാണി എപ്രകാരമാണ് ജഡ്ജി അല്ലാതായത്? ഇവിടെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം രാജിവെച്ച് അങ്ങനെ സിമ്പിൾ രാജിവെച്ചൊക്കെ പോയതല്ല. അദ്ദേഹത്തെ രാഷ്ട്രപതി നീക്കം ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി.
എന്നിട്ടും കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നയാൾ ഇപ്പോഴെങ്ങനെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷവും സാങ്കേതികമായൊക്കെ നമുക്ക് പല വിശദീകരണവും നൽകാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, മറ്റ് പലർക്കും സാധാരണ അഭിഭാഷകർക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങളും പരിരക്ഷയും കോടതിയെ കൊണ്ടുള്ള പ്രയോജനവും എല്ലാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ പി ദണ്ഡപാണി. അത് അദ്ദേഹത്തിനെതിരെ ജാതി കോമരങ്ങൾ ഉറഞ്ഞതുള്ളി എന്നൊക്കെ അജയ് തറയിൽ പറഞ്ഞാൽ ഏത് കോമരം എവിടെ ഉറഞ്ഞതുള്ളി അതൊക്കെ കൂടുതൽ പറയേണ്ടി വരും. അത് ഈ ചർച്ചയിൽ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. അല്ല, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പറയണം. അല്ല, പറയണം എന്നാണ് എന്റെ അഭിപ്രായം. ഷാജി തറയിൽ അക്കാര്യത്തിലൊരു വിശദീകരണം ഉണ്ടോ? എന്താണ് ഈ ജാതി കോമരങ്ങൾ? ആരാണ് ഈ ജാതി കോമരങ്ങൾ? എപ്പോഴാണ് ഉറഞ്ഞു തുള്ളിയത്? എന്തിനാണ് ഉറഞ്ഞു തുള്ളിയത്? എനിക്കറിയില്ല. അത് അജയ് തറയിൽ പറഞ്ഞത്. അജയ് തറയിലാണല്ലോ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഷാജി തറയിൽ താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ കേൾക്കുന്നവർക്ക് സംശയം തോന്നും. വലിയ സംശയം തോന്നും. അല്ല, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ AGയുടെ വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ പരാമർശത്തെക്കുറിച്ചും അതിനെ തുടർന്നുള്ള പ്രശ്നവുമാണ്. നമുക്ക് ശ്രീ ദണ്ഡപാണിയുടെ ജഡ്ജിയായതും അദ്ദേഹത്തെ ഗുജറാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും അന്നത്തെ ആളുകൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വേറെ ഒരു ദിവസം ചർച്ചക്കെടുത്താൽ ഞാൻ ചർച്ചയ്ക്ക് സബ്സിഡറി വിഷയമായി ഉയർന്നു വന്നത്. തുടരുക ശ്രീ ആന്റണി രാജു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന അഭിഭാഷകരുടെ യോഗത്തിൽ അവർക്ക് സംസാരിക്കാൻ പല വിഷയങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അലക്സാണ്ടർ തോമസിനെതിരെ അല്ലെങ്കിൽ അലക്സാണ്ടർ തോമസ് ഉന്നയിച്ച വിമർശനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് സംബന്ധിച്ച് സംശയങ്ങൾ ഉയർത്താം. ഇപ്പോൾ പലപ്പോഴും ഇവരുടെ മെമ്മോറാണ്ടത്തിൽ തന്നെ, സർക്കാർ അഭിഭാഷകരുടെ മെമ്മോറാണ്ടത്തിൽ തന്നെ പല പോയിന്റ്സും പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതിയുടെ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണോ, വിമർശിക്കപ്പെടുന്നവർക്ക് പ്രതിരോധിക്കാൻ അവസരമുണ്ടോ എന്ന് ജഡ്ജി പരിശോധിച്ചോ, വിമർശനങ്ങൾ സാധൂകരിക്കുന്നതിന് തെളിവുണ്ടോ, കേസിലെ തീർപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളാണോ ജഡ്ജി പറഞ്ഞത്? അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാമായിരുന്നു. ദണ്ഡപാണിയുടെ സ്വകാര്യ ആഫീസിനെ കുറിച്ചും ഒരു വിശകലനം നടത്തി മുഖ്യമന്ത്രിയോട് പറയാമായിരുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കള്ളം പറയേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന വിധത്തിൽ കാർപ്പറ്റിനുള്ളിൽ ഈ വിഷയങ്ങളെല്ലാം മൂടി വെച്ച് കളയാം എന്ന് വിചാരിക്കുന്നത് ആന മണ്ടത്തരമല്ലേ ശ്രീ ആന്റണി രാജു? നികേഷ്, ദണ്ഡപാണി അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട കേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയെക്കുറിച്ച് എനിക്കൊരു വിശദീകരണം തരാനുണ്ട്. അതായത് ദണ്ഡപാണി അസോസിയേറ്റ്സ് ഫയൽ ചെയ്ത കേസുകളിൽ ദണ്ഡപാണി എതിർഭാഗത്ത് ഹാജരായോ എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ദണ്ഡപാണി അത്തരം കേസുകളിലൊന്നും തന്നെ ഹാജരായിട്ടില്ല. അത് ശരിയാണ്. കാരണം ഒരു ദണ്ഡപാണി എന്ന് പറയുന്ന അസോസിയേറ്റ്സിൻ്റെ കേസുകളിലൊന്നും തന്നെ അഡ്വക്കേറ്റ് ജനറലായിരിക്കുന്ന ദണ്ഡപാണി ഹാജരായി ഡിഫെൻഡ് ചെയ്യുകയോ ഗവൺമെൻറ് വേണ്ടി വാദം പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ദണ്ഡപാണി അസോസിയേറ്റ്സിലൂടെ നിലനിൽക്കുമ്പോൾ അവർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ പാടില്ല, ഗവൺമെൻറ്റിനെതിരായ കേസുകൾ ഫയൽ ചെയ്യാൻ പാടില്ല എന്നുള്ള കീഴ്വഴക്കമൊന്നും ഇല്ല. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് സ്വകാര്യ ഓഫീസുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് ബിൽഡറായിരുന്ന ആളാണ്. അദ്ദേഹം ഗവൺമെൻറ് ബിൽഡറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഓഫീസ് പൂട്ടിയിട്ടല്ല അദ്ദേഹം ഗവൺമെൻറ് ബിൽഡറാക്കാൻ പോയത്. അദ്ദേഹം മടങ്ങി വന്നു, ആ സ്വകാര്യ ഓഫീസ് വീണ്ടും റിവൈവ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പണ്ടുള്ള AGമാരും ഒക്കെ അവരുടെ സ്വകാര്യ ഓഫീസുകളുണ്ടായിരുന്നു. സ്വകാര്യ ഓഫീസുകൾ ഗവൺമെൻറ്റിനെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഗവൺമെൻറ് ബിൽഡർമാർ കേസുകൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിയമമില്ല. അതായത് AG ആയിപ്പോയാൽ AGയുടെ മക്കളും ഭാര്യയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാക്ടീസ് അവസാനിപ്പിക്കണം എന്ന് നിയമമൊന്നുമില്ല. മാത്രമല്ല നികേഷ്, ഇവിടെ നമ്മൾ വളരെ ചുരുങ്ങി ദണ്ഡപാണിയിലേക്കും ദണ്ഡപാണിയുടെ അസോസിയേറ്റിലേക്കുമാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ പ്രസ്താവനകൾ അത് മാത്രമായിരുന്നില്ലല്ലോ. ഈ കേരളത്തിലെ ഗവൺമെൻറ് ലീഡർമാരെല്ലാം കൊള്ളരുതാത്തവരാണ്, അവരെ എല്ലാം നിയമിച്ചിരിക്കുന്നത് അബ്കാരികളാണ്. AGയുടെ ഓഫീസ് ഭരണഘടനാ സ്ഥാപനമായ AGയുടെ ഓഫീസ് അടച്ചുപൂട്ടണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറ്റോർണി ജനറലിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, പക്ഷെ ഇവിടെ ഇടപെടുന്നില്ല. ഇതൊക്കെ നടത്തിയ പ്രസ്താവനകളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ദണ്ഡപാണി അസോസിയേഷൻ ദണ്ഡപാണി സർക്കാരിനെതിരെ കേസ് നടത്തുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് ആരും വിശ്വസിക്കില്ല. അത് ഇപ്പോൾ ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ ആളെ പറ്റിക്കാൻ ഒരു വാദം എന്നുള്ള നിലയിൽ ശ്രീ ആന്റണി രാജു ഉന്നയിക്കുന്നു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. താങ്കൾ രണ്ടാമത് ചൂണ്ടിക്കാണിച്ചതുപോലെ
എല്ലാ സർക്കാർ അഭിഭാഷകരും അബ്കാരി ലോബിയാണ്, അബ്കാരികളുടെ നോമിനികളാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരു വിശദീകരണം പോലും ലഭിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് ആക്ഷേപം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് ഒരു ജഡ്ജി, നേരത്തെ ശ്രീ ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചതാണ്, ജഡ്ജിമാർ ഭരണനിർവഹണമല്ല നീതി നിർവഹണമാണ് നടപ്പാക്കേണ്ടത്. രാഷ്ട്രീയ നയം നടപ്പാക്കുന്നവരാവേണ്ട. വാദം കേൾക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട പരാമർശം മാത്രമേ നടത്താവൂ. ബ്രേക്കിംഗ് ന്യൂസ് ഒരുക്കലല്ല ജഡ്ജിമാരുടെ പണി എന്ന്. സ്വാഭാവികമായും ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞതായിരിക്കണം അതെന്ന് ഊഹിക്കാനേ നിർവാഹമുള്ളൂ. തൻ്റെ മുന്നിൽ വരുന്ന കേസിൻ്റെ വിശദാംശങ്ങൾ തേടുമ്പോൾ അതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനേ ഒരു ജഡ്ജിക്ക് അവകാശമുള്ളൂ എന്നും മറ്റൊരു ജഡ്ജും പറഞ്ഞു വെച്ചിരിക്കുന്നു. അതൊരു ക്യാമ്പയിനിങ്ങായി കൂട്ടണ്ട, അതുതന്നെയാണല്ലോ പൊതുതത്വം. അല്ല, ഇവിടെ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ജസ്റ്റിസ് കുര്യൻ തോമസ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അത് പൂർണ്ണമായും ഞാൻ ഇതിനോട് വിയോജിക്കുന്നില്ല, അതിൽ വാസ്തവമുണ്ട്. പക്ഷേ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം പരിഗണിച്ചുകൊണ്ടിരുന്ന ഒരു കേസ്, ആ കേസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹായം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്ന് കിട്ടാതെ വന്നപ്പോഴാണ് ആ പരാമർശം ഉണ്ടായത്. അലക്സാണ്ടർ തോമസിന്റെ ആദ്യത്തെ പരാമർശങ്ങളിൽ ഒഴിവാക്കാമായിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മാറ്റി നിർത്തിയാൽ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ ഒരു പൗരനെ സംബന്ധിച്ച് അവന്റെ അവകാശങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള സഹായം കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അപ്രകാരം പ്രതികരിക്കേണ്ടി വന്നത്. രണ്ടാമത് അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ അതും ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കേസുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ വിഷയങ്ങളോ ഭരണനിർവഹണ കാര്യങ്ങളോ അലക്സാണ്ടർ തോമസ് പരാമർശിച്ചു എന്ന ആക്ഷേപത്തിൽ അടിസ്ഥാനമില്ല. തന്റെ മുന്നിൽ വരുന്ന കേസുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്ത് തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള സഹകരണം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അതിനാണ് നമുക്ക് പൊതുസമൂഹം എന്ന നിലയിൽ മറുപടി കിട്ടേണ്ടത്. ശ്രീ ആന്റണി രാജു, താങ്കൾ പറഞ്ഞതിന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ മറുപടി അതാണ്. മാത്രമല്ല, ഇത് ഒരു തവണത്തെ പ്രശ്നമല്ല, നിരവധി തവണ ആവർത്തിച്ച് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് കേസ് നടത്തിപ്പിൽ വീഴ്ച വരുത്തുന്നു. ഇങ്ങനെ തുടരാനാകില്ല, കൈവിട്ടു പോകുന്ന നിലയാണ് എന്ന് വരുമ്പോഴാണ് ഒരു ജഡ്ജിക്ക് നടപടിയെടുക്കേണ്ടി വരുന്നത്. ചീഫ് സെക്രട്ടറിയോട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് 2 ആഴ്ചക്കകം തീർപ്പ് കൽപ്പിച്ച് തരാൻ പറയുന്നത്. നികേഷ്, ഞാൻ പറഞ്ഞത് അങ്ങ് ഇന്റർപ്രറ്റ് ചെയ്തതിലൊരു പെശകുണ്ട്. ഞാൻ പറഞ്ഞത് ദണ്ഡപാണി അസോസിയേറ്റ്സ് ഫയൽ ചെയ്യുന്ന കേസുകളിൽ എതിർഭാഗത്ത് സർക്കാരാണ് കക്ഷിയെങ്കിൽ സർക്കാരിന് വേണ്ടി ദണ്ഡപാണി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജനറൽ ഹാജരായ ഒരു കേസ് പോലും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയുമാണ്. കാരണം അവിടെ 120-ൽ പരം സർക്കാർ വക്കീലന്മാരുണ്ട്. ഇപ്പോൾ തന്നെ ഈ അലക്സാണ്ടർ തോമസിന്റെ ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജഡ്ജി അലക്സാണ്ടർ തോമസിന്റെ മുന്നിൽ വന്ന ഈ കേസിൽ, കഴിഞ്ഞ ആഴ്ച വന്ന കേസിൽ പോലും ദണ്ഡപാണി അസോസിയേറ്റ്സ് ഫയൽ ചെയ്ത കേസിൽ എതിർഭാഗത്ത് ഹാജരായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആസിഫ് അലിയാണ്, അല്ല ദണ്ഡപാണി അല്ല. സർക്കാരിന് എതിർകക്ഷിയായി ഒരു വിഷയം വരുമ്പോൾ അവിടെ ദണ്ഡപാണി അസോസിയേറ്റ്സ് കേസ് ഏറ്റെടുക്കുന്നു. അവിടെ ഏറ്റവും ദുർബലമായ വിധത്തിൽ ഒരു ഗവൺമെൻറ് ലീഡറെ അവതരിപ്പിക്കുന്നു. ഈ പെരിങ്ങോം ഭൂമി തട്ടിപ്പ് കേസിലും സംഭവിച്ചത് അതാണ്. ദുർബലരായ ഗവൺമെൻറ് ലീഡർമാരെ ഓരോ തവണയായി ഹാജരാക്കുന്നു. അവസാനം ഒരു തവണ ഒരാൾ ഹാജരാകുമ്പോൾ കോടതി പറയും, ഇതാ ഈ ഡീറ്റെയിൽസ് നിൽക്കൂ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ആ ഗവൺമെൻറ് ലീഡർ പറയുന്നു ഞാൻ കൊണ്ടുതരാം എന്ന് പറയുന്നു. അടുത്ത തവണ ഈ കേസ് എടുക്കുന്ന സമയത്ത് നേരത്തെ വന്ന ഗവൺമെൻറ് ലീഡർ അല്ല, വേറൊരു ഗവൺമെൻറ് ലീഡർ വരുന്നു. ആ ആൾക്ക് ഇതേക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല, ഒരറിവുമില്ല. അപ്പോൾ കോടതി വീണ്ടും ആവശ്യപ്പെടുകയാണ്, ശരി ഞാൻ പറയാം എന്ന് പറയുന്നു. അവസാനമാണ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ടി ആസഫ് അലി വന്നു പെടുന്നത്. ടി ആസഫ് അലിക്ക് ഇതേക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. ടി ആസഫ് അലി പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണുന്നുണ്ട്, അപ്പോൾ പറയാം, കോടതി പറയുന്നു ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പൂരപ്പാട്ട്. ഈ ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ ഉത്തരവിട്ട ദിവസം ഈ കേസിൽ ഹാജരായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലി തന്നെയാണ്. ഒന്ന്. രണ്ട്, ഇവിടെ 2 ഗവൺമെൻറ് ലീഡറായിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ഒരു കേസിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടെങ്കിൽ
വിളിച്ച് ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നില്ല എങ്കിൽ, സമയത്തിന് ഹാജരാക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, അത് ഹോം സെക്രട്ടറി ആണെങ്കിൽ ഹോം സെക്രട്ടറി, ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആണെങ്കിൽ IAS-കാരൻ, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, കളക്ടർ ആണെങ്കിൽ കളക്ടർ, അവരെ ഇത്രാം തീയതി ഫയലുമായി ഹാജരാകാൻ പറയാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ചെയ്ത സംഭവങ്ങൾ എത്രയോ കേസുകളിലുണ്ട്. ഇവിടെ ഗവൺമെന്റ് ലീഡർമാരുടെ ഓഫീസുകളിൽ നിന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകുമ്പോൾ, നിരന്തരമായി ആവശ്യപ്പെടുമ്പോൾ, ഫയലുകൾ കൃത്യസമയത്ത് എത്താതിരിക്കുമ്പോൾ ആ നിസ്സഹായത ഗവൺമെന്റ് ലീഡർമാരാണ് കോടതികളെ അറിയിക്കുന്നത്. അപ്പോൾ പല ജഡ്ജിമാരും ചെയ്യുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഹാജരാകാൻ പറയും, ഇല്ലെങ്കിൽ അവർക്ക് വാറണ്ട് അയക്കും, അവരെ സമൻ ചെയ്യും. അതാണ് പതിവ്. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ഹൈക്കോടതി അടച്ചാരും ആക്ഷേപിക്കുന്നില്ല. 38 ഹൈക്കോടതി ജഡ്ജിമാരുള്ളതിൽ ഒരേ ഒരു ജഡ്ജി മാത്രമാണ് ഈ അടുത്ത ദിവസം ഈ വിവാദമുണ്ടാകുന്ന പരാമർശങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിക്കെതിരെയൊന്നും ഗവൺമെന്റിനോ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനോ ഒരു എന്തെങ്കിലും ആക്ഷേപമുള്ളതായി പൊതുവായി നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ആന്റണി രാജു പറഞ്ഞത് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് പരിശോധന നടത്തുന്നത് കൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്നതിൽ ഗവൺമെൻറ്റിന് യോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തത്. രണ്ട്, ഇതിന് റിവ്യൂ ഹർജി പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. ചീഫ് ജസ്റ്റിസ് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? അത് നോക്കിയിരിക്കുകയാണ് ഗവൺമെൻറ്. ചീഫ് ജസ്റ്റിസിന് ഇതിനകത്ത് പ്രത്യേകിച്ച് അപ്പീൽ അധികാരമൊന്നുമില്ല. ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയുടെ ഭരണ വിഭാഗത്തിൻ്റെയും ജുഡീഷ്യൽ വിഭാഗത്തിൻ്റെയും തലവൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കോടതിയിൽ ഏത് ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് അതിൽ ഉത്തരവിടാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ അത്ര കടുത്ത അതിർത്തി ഉണ്ടെങ്കിൽ ആ കേസ് ആ ബെഞ്ചിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആ ജൂറിസ്ഡിക്ഷനിൽ വേറെ ജൂറിസ്ഡിക്ഷനിലേക്ക് മാറ്റുകയോ ചെയ്യാം. അല്ലാതെ കണ്ട് ചീഫ് ജസ്റ്റിസിന് വേറെ അധികാരമൊന്നുമായിട്ട് നമുക്കറിയില്ല. ഇതുവരെ അങ്ങനെ സംഭവമായിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ കേസ് മാറ്റിക്കൊടുത്തായിട്ട് നമുക്കറിയാം. ഒരു പ്രത്യേക കേസ്, ഞാൻ ഇപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പിൽക്കാലത്ത് വിവാദ പുരുഷനായി മാറിയ ഒരു ജഡ്ജി, അദ്ദേഹം ഒരു പ്രത്യേക കേസിൽ പ്രതിഭാഗത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന സംശയം ഉണ്ടായപ്പോൾ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ വിവരം അന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ചീഫ് ജസ്റ്റിസ് ഫയൽ വിളിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറെക്കുറെ മനസ്സിലായി ഇത് സംഗതി തട്ടിപ്പാണ്, വലിയ ഒരു അഴിമതിയിലേക്കാണ് പോകുന്നത് മനസ്സിലായപ്പോൾ അത് ആ കേസ് വേറെ ജഡ്ജിയുടെ മുമ്പിൽ പോയി. സമാനമായ കേസാണിത്. അല്ല, ഞാൻ പറഞ്ഞത് അല്ലെ, സമാനമായ വിധത്തിലാണ് അഡ്വക്കേറ്റ് ജനറൽ പോയി ചീഫ് ജസ്റ്റിസിനോട് പരാതി പറഞ്ഞിരിക്കുന്നു. ഗവൺമെന്റിന് അഡ്വക്കേറ്റ് ജനറൽ ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ എന്ത് ചെയ്യുന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഞാൻ പറഞ്ഞത് അത് ജഡ്ജിയുടെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് സംശയം ഉണ്ടായ കേസിലാണ്. ജഡ്ജിയുടെ ഇന്റഗ്രിറ്റി മറിച്ചാണ്, ജഡ്ജി പ്രതിഭാഗം ചേരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ജഡ്ജിയുടെ പേര് പറയാത്തത്. ഇപ്പോൾ ആ ജഡ്ജി റിട്ടയർ ചെയ്ത് പോയി. വിശദമായ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കേസിൻ്റെ നമ്പറടക്കം ഞാൻ തരാം. കേസും വലിയ പ്രമാദമായ കേസാണ്. അവസാനം പ്രതികൾക്കെതിരായിട്ട് വിധിച്ചു മറ്റേ രണ്ടാമത്തെ ജഡ്ജിയുടെ അടുത്ത് പോയപ്പോൾ. ജഡ്ജിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആക്ഷേപമുണ്ട്. VS അച്യുതാനന്ദൻ തന്നെ ഇടപെട്ടു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. വലിയ പ്രമാദമായ കേസാണ്. കേസ് മറുഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുമായിട്ട് കൂടി ബന്ധമുള്ള കേസാണ്. ഞാൻ ഈ കൂടുതൽ പറയുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഈ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സർക്കാർ അഭിഭാഷകൻ ഈ വിവരം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ബാലിയായിരുന്നു. ചീഫ് ജസ്റ്റിസ് ബാലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ബാലി അപ്പോൾ തന്നെ ഫയൽ വിളിച്ച് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അതേ ഉടനെ തന്നെ കേസ് വേറൊരു ജഡ്ജിയുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്തു. രണ്ടാമത് പോസ്റ്റ് ചെയ്തത് ജസ്റ്റിസ് ബസന്തിൻ്റെ മുമ്പിലാണ്. അദ്ദേഹം വാദം കേട്ടു, കേസ് തള്ളി കയ്യിൽ വെച്ച് കൊടുത്തു, പ്രതികൾക്കെതിരായിട്ട് വെച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. എന്താണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കളുടെ നിരീക്ഷണം? ഇല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചീഫ് ജസ്റ്റിസിന് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല. അലക്സാണ്ടർ തോമസ് എന്ന ജഡ്ജിയുടെ ബെഞ്ചിൽ അനാശാസ്യമായ രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ ആരോപിക്കുന്നത് പോലെയുള്ള രീതിയിൽ ആണ് കേസിന്റെ നടത്തിപ്പ് എന്ന് ബോധ്യമായാൽ ആ കേസ് ആ കോടതിയിൽ നിന്ന് വേണമെങ്കിൽ മറ്റൊരു കോടതിയിലേക്ക് മാറ്റിക്കൊടുക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ നിയന്ത്രിക്കുന്നതിനോ ശാസിക്കുന്നതിനോ ശകാരിക്കുന്നതിനോ ഉള്ള അധികാരം ചീഫ് ജസ്റ്റിസിന് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആന്റണി രാജു പ്രതീക്ഷിക്കുന്നത് പോലെ തിങ്കളാഴ്ച ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ആന്റണി രാജു, അജയ് തറയിൽ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്.